നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എക്സ് എന്ന് പറയുന്ന ഒരു മൂലകത്തിന്റെ, എക്സ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഏതോ ഒരു മൂലകത്തിന്റെ, ആ ഒരു മൂലകത്തിനെ നമ്മൾ എക്സ് ആയിട്ട് കണക്കാക്കുകയാണ്. ആ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട്. 1s2 2s2 2p6 3s2 എന്നാണ്. ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ട് ഈ താഴെ തന്നിരിക്കുന്ന 6 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കണം. അപ്പൊ അത് നോക്കാം നമുക്ക്. നമ്പർ ഓഫ് ഷെൽസ്, ഇതിൽ എത്ര ഷെൽസ് ആണ് ഉള്ളത് നമുക്കറിയാം. ഇതാണ് ഒന്നാമത്തെ ഷെൽ, കെ ഷെൽ. 2 വന്നിട്ടുണ്ട്, അപ്പോൾ എൽ ഷെല്ലായി. 3 എന്ന് വന്നിട്ടുണ്ട്, അപ്പോൾ എം ഷെല്ലായി. നമ്പർ ഓഫ് ഷെൽസ് 3 ആണ്. സബ് ഷെൽസ് ഓഫ് ഈച്ച് ഷെൽ, ഓരോ ഷെല്ലിലുമുള്ള സബ് ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ കെ ഷെല്ലിൽ ഇവിടെയുള്ളത് ഏതാണ്? എസ് എന്ന് പറയുന്ന സബ് ഷെല്ലാണ്. എൽ ഷെല്ലിലുള്ളത് എസ് ഉണ്ട്, പി ഉണ്ട്. എം ഷെല്ലിൽ എസ് മാത്രം. ഇതാണ് സബ് ഷെൽസ് ഓഫ് ഈച്ച് ഷെൽ. ഇനി സബ് ഷെൽ ടു വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡഡ്, ഇതിലത്തെ അവസാനത്തെ ഇലക്ട്രോൺ വന്നിരിക്കുന്നത് ഏത് സബ് ഷെല്ലിലോട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെയാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്നത്, ആ സബ് ഷെല്ല് എസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ടോട്ടൽ നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ മുകളിലുള്ള സംഖ്യകളെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. 12 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇനി ആറ്റോമിക് നമ്പർ, ആറ്റോമിക് നമ്പറും ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആറ്റോമിക് നമ്പറും 12 എന്ന് തന്നെ വരും. ഇനി ഷോർട്ട് ഫോം ഓഫ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നമ്മൾ നോബിൾ ഗ്യാസ് വെച്ചിട്ട് എങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് എഴുതാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആറ്റോമിക് നമ്പർ 12 ആയതുകൊണ്ട് നമ്മൾ നിയോൺ ആണ് എടുക്കുക. നിയോണിന്റെ ആറ്റോമിക് നമ്പർ 10 ആണ്. നിയോൺ സ്ക്വയർ ബ്രാക്കറ്റ് 3s2 എന്ന് വരും. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമ്മളിനി പാഠത്തിന്റെ അടുത്തൊരു ഭാഗത്തിലോട്ടാണ് കടക്കുന്നത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ബ്ലോക്സ്. നമ്മുടെ സബ്ഷെല്ലുകൾ അനുസരിച്ച് ഈ എലമെന്റിനെ എല്ലാത്തിനെയും നമ്മൾ പല ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിൽ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 4 ബ്ലോക്കുകളാണുള്ളത്. അതിൽ നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ഒരു റഫ് മോഡലാണ്. നമുക്കറിയാം ഇങ്ങനെ കാണുന്നതാണ് എന്ത്? ഗ്രൂപ്പുകൾ. ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ, മൂന്നാമത്തെ ഗ്രൂപ്പ്, അങ്ങനെ താഴോട്ട് കാണുന്നതാണ് ഗ്രൂപ്പുകൾ. ഇങ്ങനെ നേരെ കാണുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? പീരീഡ് എന്ന് വിളിക്കും. ഇത് ഒന്നാമത്തെ പീരീഡ്, ഇത് രണ്ടാമത്തെ, മൂന്നാമത്തെ, അങ്ങനെ. അത് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇതനുസരിച്ചിട്ട് 4 ബ്ലോക്കുകളാണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിൽ പെട്ട എലമെന്റുകളെ നമ്മൾ ഉൾപ്പെടുന്ന ബ്ലോക്കാണ് എസ് ബ്ലോക്ക്. ആദ്യത്തെ 2 ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്നതാണ് എസ് ബ്ലോക്ക്. ഈ 2 ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സും എസ് ബ്ലോക്കിൽ ഉൾപ്പെട്ടതാണ്. അതുപോലെ 13 മുതൽ 18 വരെ, അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക. 13 മുതൽ 18 വരെ പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഞാൻ പറഞ്ഞു ഇത് റഫ് മോഡലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് 13 മുതൽ 18 അവസാനത്തെ ഗ്രൂപ്പ് വരെയുള്ള എലമെന്റുകൾ എല്ലാം പി ബ്ലോക്കിലാണ് ഉൾപ്പെടുക. ഇനി 3 മുതൽ 12 വരെ, അതായത് ഇതിന്റെ ഇടയിൽ കിടക്കുന്ന എല്ലാ എലമെന്റ്സും, ഈ ഒരു ഭാഗത്തെ ഗ്രൂപ്പുകളിൽ വരുന്ന എല്ലാ എലമെന്റുകളും ഏതിലാണ്? ഡി ബ്ലോക്കിലാണ് പെടുക. ഇനി പീരിയോഡിക് ടേബിൾ നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ അവസാനം 2 പീരീഡ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആ 2 പീരീഡിലുള്ള മൂലകങ്ങൾ ഉൾപ്പെടുന്നത് എഫ് ബ്ലോക്കിലാണ്. ലാസ്റ്റ് 2 പീരീഡ്സിൽ ഉൾപ്പെടുന്ന എല്ലാ മൂലകങ്ങളും എഫ് ബ്ലോക്കിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്കിനി പഠിക്കാനുള്ളത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഏതെങ്കിലും ഒരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ആ മൂലകം ഏത് ബ്ലോക്കിൽ പെടുന്ന എലമെന്റ് ആണ്, അതിന്റെ പീരീഡ് നമ്പർ എന്താണ്, അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്താണ് എന്നങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്തത് അറിയേണ്ടത്. ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ടേബിൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ബ്ലോക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ടേബിളിൽ നമുക്ക് 4
എലമെന്റുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ആറ്റോമിക് നമ്പർ ആണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇത് സബ്ഷെൽ ടു വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡഡ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലോട്ടാണ് വന്നതെന്നാണ് ഇവിടെ എഴുതേണ്ടത്. അതിനപ്പുറത്ത് ബ്ലോക്ക് ഏതാന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ലിഥിയം. ലിഥിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് 3 ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s1 എന്ന് വരും. സബ്ഷെൽ ടു വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡഡ്. അവസാനത്തെ ഈ ഇലക്ട്രോൺ വന്നിരിക്കുന്നത് ഏത് സബ്ഷെല്ലിലോട്ടാണ്? നമുക്കറിയാം ഇവിടെ എസ് ആണ്. അതായിരിക്കും എന്തായിട്ട് വരിക? നമ്മുടെ ബ്ലോക്കായിട്ട് വരിക. ഈ ഒരു എലമെന്റ് എസ് ബ്ലോക്കിൽ പെട്ട എലമെന്റ് ആയിരിക്കും. നമുക്കറിയാം ലിഥിയം എന്ന് പറയുന്നത് ഓൾറെഡി 1 and 2 ഗ്രൂപ്പിൽ പെട്ട ഒരു എലമെന്റ് ആണ്. അത് എസ് ബ്ലോക്കിലായിരിക്കും പെടുക. അടുത്തത് മാഗ്നീഷ്യം. മാഗ്നീഷ്യത്തിന്റെ 12 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ എങ്ങനെ വരും? നിയോൺ 10 ആണ് നിയോണിന്റെ ആറ്റോമിക് നമ്പർ. ബാക്കിയുള്ള 2 ഇലക്ട്രോൺസ് 3s2 എന്ന് വരും. ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് എസ് ബ്ലോക്കിലാണ്, സോറി എസ് സബ്ഷെല്ലിലാണ്. അപ്പോൾ ഇതിന്റെ ബ്ലോക്ക് എസ് ബ്ലോക്ക് തന്നെയായിരിക്കും. അടുത്തത് നൈട്രജൻ. നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7 ആണ്. 1s2 2s2 2p 4 ഇലക്ട്രോൺസ് കഴിഞ്ഞു. ബാക്കിയുള്ള 3 ഇലക്ട്രോൺസ് 2p3 എന്ന് വരും. ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് പി സബ്ഷെല്ലിലാണ്. അപ്പോൾ അത് പി ബ്ലോക്കിൽ പെട്ട ഒരു എലമെന്റ് ആയിരിക്കും. അടുത്തത് സ്കാൻഡിയം. സ്കാൻഡിയത്തിന്റെ 21 ആണ്. ആറ്റോമിക് നമ്പർ 21. ആർഗൺ 4s2 3d1 എന്നാണ് വരിക. അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് ഏതിലേക്കാണ്? ഡിയിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ബ്ലോക്കും ഡി ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ വന്നിരിക്കുന്നത് ആ സബ്ഷെല്ലായിരിക്കും അതിൻ്റെ ആ ഒരു എലമെന്റിന്റെ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതാണ് ബ്ലോക്ക് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇനി അടുത്തത് പീരീഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതും ഇതുപോലെ ഒരു ടേബിൾ ഫിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ ടേബിൾ ഫിൽ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 4 എലമെന്റുകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ബെറിലിയം. ബെറിലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 4 ആണ്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 എന്നാണ് വരിക. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഷെൽ, ഷെല്ലിന്റെ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ ഇവിടെ നമുക്കറിയാം 2 ഷെല്ലാണുള്ളത്, ഒന്നാമത്തെയും രണ്ടാമത്തെയും കെയും എല്ലും. അതിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണ്? 2 ആണ്. അപ്പോൾ അതാണ് ഇവിടെ വരിക. നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഷെല്ല് 2 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് നമുക്ക് പറയാം. വലിയ ഷെൽ നമ്പർ ഏതാണോ വരുന്നത് അതാണ് ഇവിടെ എഴുതുന്നത്. ആ നമ്പർ തന്നെയായിരിക്കും പീരീഡ് ആയിട്ട് വരാം. അതായത് ബെറിലിയം എന്ന് പറയുന്നത് രണ്ടാമത്തെ പീരീഡിൽ പെട്ട ഒരു എലമെന്റ് ആയിരിക്കും. ഇവിടെ കാർബൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1s2 2s2 2p2 എന്നാണ് വരിക. ആറ്റോമിക് നമ്പർ 6 ആണ്. ഇവിടെയും ഏതാണ്? ഹയസ്റ്റ് ഷെൽ നമ്പർ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെയും ഏതായിരിക്കും? പീരീഡ് 2 ആയിരിക്കും. സോഡിയം 11 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ 1s2 2s2 2p6 3s1 എന്ന് വരും. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെൽ നമ്പർ 3 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിംഗ് നമ്പർ 3 ആണ്. അതായത് പീരീഡ് നമ്പറും 3 ആയിരിക്കും. K19 ലാസ്റ്റ് എക്സാമ്പിൾ 1s2 2s2 2p6 3s2 3p6 3p6 കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്തത് 3dയിലോട്ടല്ല 4s ആണ് വരിക. 4s1 എന്ന് വരും. 4 ആണ് ഇവിടുത്തെ ഔട്ടർ മോസ്റ്റ് ഷെൽ നമ്പർ. സോ
4 ആയിരിക്കും അതിൻ്റെ പീരിയഡ് നമ്പർ. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് എല്ലാ ബ്ലോക്കിൽപ്പെട്ട എലമെൻസിനും കോമൺ മെത്തേഡാണ്. അതുപോലെ തന്നെ പീരീഡ് കണ്ടുപിടിക്കുന്നതും സെയിം മെത്തേഡാണ്. ഏത് പീരീഡിൽ പെട്ടതാണെങ്കിലും ഏത് ബ്ലോക്കിൽ പെട്ട എലമെൻ്റ് ആണെന്നുണ്ടെങ്കിലും പീരീഡ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഒരേ മെത്തേഡാണ്. നമ്മളിപ്പോൾ കണ്ടുപറഞ്ഞ മെത്തേഡ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ നമ്പർ ആയിരിക്കും പീരീഡ് നമ്പർ. പക്ഷേ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഓരോ ബ്ലോക്കിൽ പെട്ട എലമെൻറ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളാണ്. അതാണ് നമ്മളിനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഓരോ ബ്ലോക്കുകളെ കുറിച്ചും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ എസ് ബ്ലോക്ക് ആണ്. അതിൽ ആദ്യം പഠിക്കേണ്ടത് എസ് ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എസ് ബ്ലോക്കിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ് ഇതെല്ലാം എസ് ബ്ലോക്കിൽ പെട്ട കുറച്ച് മൂലകങ്ങളാണ്. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത് എഴുതിയിട്ടാണ് അതിൽ നിന്നാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ ലിഥിയം ആണ്. 3 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ 1s2 3s1 എന്നാണ് വരിക. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ടു വിച്ച് ഇലക്ട്രോൺസ് ഇൻ ലാസ്റ്റ് സബ്ഷെൽ. നമുക്കറിയാം എസ് ബ്ലോക്ക് എലമെൻ്റ് ആകുമ്പോൾ എന്തായാലും ലാസ്റ്റ് സബ്ഷെല്ലായിട്ട് വരുന്നത് എസ് സബ്ഷെൽ തന്നെയായിരിക്കും. അപ്പോൾ അവസാനത്തെ എസ് സബ്ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, ഈ മുകളിലുള്ളതാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. ലാസ്റ്റ് സബ്ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അത് 1 ആണ്. ആ നമ്പർ തന്നെയായിരിക്കും ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഒരു എക്സാമ്പിൾ നോക്കാം. സോഡിയം 11 ആണ്. 1s2 2s2 2p6 3s1. സോറി, ഇവിടെ വരുന്നത് 2s1 ആണ് കേട്ടോ. 1s2 കഴിഞ്ഞാൽ 2s1 എന്നാണ് വരിക. ഇത് തെറ്റല്ല, ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നമ്മൾ നോക്കുന്നത്. എസ് സബ്ഷെല്ലിലുള്ള അവസാനത്തെ സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1. അതാണ് ഗ്രൂപ്പ് നമ്പർ ആയിട്ട് വരിക. ഇവിടെ 11 ആറ്റോമിക് നമ്പർ ആയിട്ട് വരുമ്പോൾ ഇതാണ് നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെയും ലാസ്റ്റ് സബ്ഷെല് എസ് ആണ്. ഇതിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആയതുകൊണ്ട് ഗ്രൂപ്പ് നമ്പറും 1 ആയിരിക്കും. മാഗ്നീഷ്യത്തിൻ്റെ 12 ആണ് ആറ്റോമിക് നമ്പർ. 1s2 2s2 2p6 3s2 എന്ന് വരും. 2 ആണ് അവസാനത്തെ സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം. അതായിരിക്കും ഗ്രൂപ്പ് നമ്പർ. കാൽസ്യം 20 ആണ്. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 എന്ന് വരും. ലാസ്റ്റ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അതാണ് ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ എസ് ബ്ലോക്കിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. 1 and 2 ഗ്രൂപ്പിൽ പെട്ട എലമെൻറ്റ്സ് മാത്രമാണ് എസ് ബ്ലോക്കിലുള്ളത്. അപ്പോൾ എപ്പോഴും ഗ്രൂപ്പ് നമ്പർ ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 2 ആയിരിക്കും എസ് ബ്ലോക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതാണ് എസ് ബ്ലോക്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതിൽ ലാസ്റ്റ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് വന്നിരിക്കുന്നത്, 1 ആണോ 2 ആണോ എന്ന് നോക്കിയാൽ മതി. എസ് ബ്ലോക്കിൻ്റെ കാര്യത്തിൽ ആ നമ്പർ ആയിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി നമുക്ക് എസ് ബ്ലോക്കിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ പഠിക്കാനുണ്ട്. എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണിത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫസ്റ്റ് ഗ്രൂപ്പ്. നമുക്കറിയാം എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് 1 and 2 ഗ്രൂപ്പിൽ പെട്ട എലമെൻറ്റ്സ് ആണ്. അത് എന്താണ്, കൂടുതലും മെറ്റാലിക് സ്വഭാവമുള്ള എലമെൻറ്റുകളാണ് ഇതിനകത്തുള്ളത്. ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. ഇതിലുണ്ടാകുന്ന ഈ 2 ഗ്രൂപ്പിൽ പെട്ട എലമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡും ബേസിക് ഇൻ നേച്ചർ ആയിരിക്കും. നമുക്കറിയാം 1 and 2 ഗ്രൂപ്പിലാവുമ്പോൾ എപ്പോഴും അവസാനത്തെ ഷെല്ലിലുള്ളത് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 2 ആയിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം. ആ ഇലക്ട്രോണുകൾ മിക്ക സമയത്തും അത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ആ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ളൊരു ടെൻഡൻസിയാണ് ഈ എലമെൻറ്റുകൾ കാണിക്കുക. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കുന്നത് അയോണിക് ബോണ്ടായിരിക്കും. ലെസ് അയണൈസേഷൻ എനർജിയാണ്
ഇലക്ട്രോനെഗറ്റിവിറ്റി ലെസ് ആണ്. ദേ ഷോ ഡെഫിനിറ്റ് വാലൻസി ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ് ഈ എസ് ബ്ലോക്ക് എലമെന്റ്സ് ഡെഫിനിറ്റ് വാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നത് എന്നുള്ളത് ഒരു ടേബിൾ വെച്ചിട്ട് നമുക്ക് ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ആ ടേബിൾ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ടേബിൾ ശ്രദ്ധിക്കുക. ഈ ടേബിളിൽ നമുക്ക് 2 എലമെന്റ് തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഗ്രൂപ്പിൽ പെട്ട ഒരു എലമെന്റ് ആണ്. ആ എലമെന്റിന് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. ഇത് സെക്കൻഡ് ഗ്രൂപ്പിൽ പെട്ട ഒരു എലമെന്റ് ആണ്. അതിനെ നമ്മൾ വൈ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ വാലൻസി തന്നിട്ടുണ്ട്. ഇതിന്റെ 1ഉം ഇതിന്റെ 2 ആണ്. വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴും ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യും, ആറ്റം ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മേടിക്കും സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ ആ വിട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ ആ വാങ്ങിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി. അപ്പോൾ ഇവിടെ അത് 1 ആണ്, ഇവിടെ 2 ആണ്. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇപ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങിക്കുകയോ ചെയ്ത ശേഷം അതിന് നമ്മൾ ഒരു ആറ്റം എന്നല്ല പറയുക, അയേൺ എന്നാണ്. കാരണം അതിനുശേഷം അതിനൊരു ചാർജ് കിട്ടും. അതാണ് നമ്മളിവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് എഴുതുന്നത്. ഇവിടെ +1 വരാൻ കാരണം എന്താണ്? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. 1 അല്ലെങ്കിൽ 2 ആയിരിക്കുമ്പോൾ മിക്ക സമയത്തും എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ കാണിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. അതൊരു കെമിക്കൽ റിയാക്ഷനിൽ വിട്ടുകൊടുക്കുകയാണ്. വിട്ടുകൊടുക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ചാർജാണ് കിട്ടുക. അതുകൊണ്ടാണ് പോസിറ്റീവ് വന്നിരിക്കുന്നത്. വിട്ടുകൊടുത്ത ഒരു ഇലക്ട്രോണിന്റെ എണ്ണമാണ് ഇവിടെ 1 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 2 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. ആ 2 ഇലക്ട്രോൺസും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതിന് +2 എന്ന് പറയുന്ന ഒരു ചാർജ് കിട്ടും. അതായിരിക്കും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി സിംബൽ ഓഫ് ദി അയോൺ. ഞാൻ പറഞ്ഞു വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് പിന്നെ ആറ്റം അല്ല, പിന്നെ അതൊരു അയേൺ ആണ്, അതിനൊരു ചാർജ് കിട്ടി. അപ്പൊ അങ്ങനെ നമുക്ക് എക്സ് അല്ലെങ്കിൽ വൈ എന്ന് വെറുതെ എഴുതാൻ പറ്റില്ല. അതിന്റെ ചാർജോട് കൂടിയിട്ട് വേണം അതിനെ അയോൺ ആയിട്ട് എഴുതാനായിട്ട്. ഇവിടെ ഒരെണ്ണത്തിന്റെ തന്നിട്ടുണ്ട്, അവർ വൈയുടെ തന്നിട്ടുണ്ട്. അതിന്റെ ചാർജ് നമ്മൾ പറഞ്ഞു അതിന് +2 ആണ് ചാർജ്. അപ്പൊ നമ്മളിത് y2+ എന്നാണ് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? എക്സ് ആണ് എലിമെന്റ്. അത് അയോൺ ആയിട്ട് മാറിക്കഴിയുമ്പോൾ അതിന്റെ ചാർജ് +1 ആണ്. അപ്പോൾ ഇവിടെ x1+ എന്നാണ് അതിന്റെ ചാർജ് വരിക. ഇനി കെമിക്കൽ ഫോർമുല ഓഫ് ഓക്സൈഡ്. ഇത് ഒരു ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്തായിരിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് എങ്ങനെ അത് എഴുതാന്നുള്ളത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എലമെന്റും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സിന്റെ ചാർജ് +1 ആണ്. ഓക്സിജന്റെ ചാർജ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ്, -2 ആണ്. അപ്പോൾ ആ ചാർജുകൾ നമ്മളിവിടെ താഴോട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യും, ക്രോസ് ചെയ്തിട്ടാണ് എഴുതുക. എക്സിന്റെ ചാർജ് ഇവിടെ എഴുതും, ഓയുടെ അടിയിൽ 1. ഇവിടെ ഓക്സിജന്റെ -2 എന്നുള്ളത് താഴെ എഴുതുമ്പോൾ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ഒന്നും എഴുതണ്ട, ആ നമ്പർ മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഈ 2 ആണ് നമ്മളിവിടെ എഴുതുന്നത്. X2O1. ഇത് 1 ആയതുകൊണ്ട് നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, 1 വരുമ്പോൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. X2O എന്നാണ് അതിന്റെ ഫോർമുല വരിക. അങ്ങനെയാണെങ്കിൽ ഈ വൈയുടെ എന്ത് വരും? വൈ ആണ് നമ്മുടെ ഇവിടുത്തെ അയോൺ. വൈക്ക് 2+ ആണ് ചാർജ് ഉള്ളത്. അതിന്റെ ഓക്സൈഡ് ആയിട്ട് വരുമ്പോൾ ഓക്സിജന് എത്രയാണ്? 2 നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണ് അതിന്റെ ചാർജ്. അപ്പൊ നമ്മൾ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് എഴുതണം. ഇതിന്റെ 2 ഇവിടെയും ഓക്സിജന്റെ 2 ഇവിടെയും വരും. എന്താണ്? Y2O2 എന്നാണ് വരിക. ഇത് സെയിം നമ്പർ ആയതുകൊണ്ട് നമ്മൾ ആ നമ്പർ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എങ്ങനെ എഴുതിയാൽ മതി? YO. രണ്ടും ഡിഫറെന്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല. സെയിം നമ്പർ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയിട്ട് പോകും. എന്നിട്ട് നമുക്ക് YO എന്ന് എഴുതാം. ഇതാണ് അതിന്റെ ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിൽപ്പെട്ട എലമെന്റ്സ് ആണ് എസ് ബ്ലോക്കിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അതുകൊണ്ടാണ് പറയുന്നത് അതിന് ഡെഫിനിറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എസ് ബ്ലോക്കിന് എലമെന്റ്സിനുള്ളത്. ബാലൻസിയും അതുപോലെ എന്തായിരിക്കും? ഡെഫിനിറ്റ് ആയിരിക്കും. അത് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക.
ഇനി അടുത്ത ടോപ്പിക്ക് നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു 3 എലമെന്റുകൾ തന്നിട്ടുണ്ട്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം എഴുതാം, എന്നിട്ട് അതിനകത്ത് നിന്ന് എങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. ബോറോണിന്റെ 5 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p 1 എന്ന് വരും. നൈട്രജന്റെ 7 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ 1s2 2s2 2p 3 എന്ന് വരും. നിയോണിന്റെ 10 ആണ്. അപ്പോൾ 1s2 2s2 2p 6. ഇതാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ഓരോ എലമെന്റിന്റെ. അപ്പോൾ ഇത് പി ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്കറിയാം അവസാനത്തെ ഇലക്ട്രോൺ എപ്പോഴും പി സബ്ഷെല്ലിലായിട്ടും വരിക. ഇതിനകത്തുനിന്ന് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്നത് ഈ അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് നോക്കാം. ഇവിടുത്തെ കേസിൽ ഒരു ഇലക്ട്രോൺ ആണ് അവസാനത്തെ പി സബ്ഷെല്ലിൽ ഉള്ളത്. അപ്പോൾ ആ 1 + 12 എത്രയാണ്? 13 ആയിരിക്കും ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പി സബ്ഷെല്ലിൽ 3 ഇലക്ട്രോണുകൾ ഉണ്ട്. ആ 3 ഇലക്ട്രോൺ + 12 ചെയ്ത് കഴിഞ്ഞാൽ 15 ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഇവിടുത്തെ കേസിൽ ലാസ്റ്റ് പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പോൾ 6 + 12 18 ആയിരിക്കും അതിൻ്റെ നിയോണിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ ലാസ്റ്റ് പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ ആ ഇലക്ട്രോണുകളുടെ എണ്ണം +12 12 ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്പർ ആണോ കിട്ടുന്നത് ആ നമ്പർ ആയിരിക്കും പി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ ആയിട്ട് വരുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം പി ബ്ലോക്ക് എന്ന് പറയുന്നത് എവിടെ മുതലാണ്? 13 തുടങ്ങി 18 വരെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ് പി ബ്ലോക്കിൽ വരിക. ഇവിടെ നമുക്ക് കിട്ടിയതെല്ലാം 13 to 18ന്റെ ഇടയിലുള്ളതാണ്. ഇതാണ് പി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ്. ഇനി പി ബ്ലോക്കിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. പി ബ്ലോക്ക് എലമെന്റ്സിന്റെ കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണിത്. ആദ്യത്തേത് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് ഈ ബ്ലോക്കിൽ പ്രസന്റ് ആണ്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഉണ്ട്. മോസ്റ്റ് റിയാക്റ്റീവ്, ലെസ് റിയാക്റ്റീവ് ആൻഡ് നോബിൾ എലമെന്റ്സ്. മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സുകളും ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. നമുക്കറിയാം ലാസ്റ്റ് ഗ്രൂപ്പ് 18th ഗ്രൂപ്പിലുള്ളത് നോബിൾ എലമെന്റ്സ് ആണ്, നോബിൾ ഗ്യാസുകളാണ്. പോസിറ്റീവും നെഗറ്റീവും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെന്റ്സും പി ബ്ലോക്കിലുണ്ട്. പി ബ്ലോക്ക് നമുക്കറിയാം 13 to 18 വരെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ് പി ബ്ലോക്കിലുള്ളത്. ആ എലമെന്റ്സിന്റെ കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണിത്. പീരിയോഡിക് ടേബിളിൽ പി ബ്ലോക്ക് എലമെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുന്തോറും എലമെന്റ്സിന് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യന് ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ, പീരിയോഡിക് ടേബിളിൽ മൂവ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എനർജി കൂടി വരും, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരും, മെറ്റാലിക് നേച്ചർ ഡിക്രീസ് ചെയ്യും, കുറഞ്ഞു വരും, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓൾസോ ഇൻക്രീസസ്. ഈ ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഒരു ടൈപ്പ് ക്വസ്റ്റ്യന് നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ തന്നെ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. ഇത് പി ബ്ലോക്ക് എലമെന്റിന് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇതും പി ബ്ലോക്ക് എലമെന്റിന് തന്നെ ടോപ്പ് ടു ബോട്ടം നമ്മൾ മൂവ് ചെയ്യുന്നു, മുകളിൽ നിന്ന് താഴോട്ട് ഗ്രൂപ്പുകളിൽ മൂവ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും, മെറ്റാലിക് നേച്ചർ ഇൻക്രീസ് ചെയ്യും. ഈ 3 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ലെഫ്റ്റ് ടു റൈറ്റ് പീരീഡിൽ മൂവ് ചെയ്യുമ്പോൾ കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്യായിരുന്നു, ഇവിടെയും ഇൻക്രീസ് ചെയ്യായിരുന്നു, ഇവിടെ ഡിക്രീസ് ചെയ്യായിരുന്നു. രണ്ടും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഒന്ന് ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ കേസിൽ ടോപ്പ് ടു ബോട്ടം കേസിൽ ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഒരു ടൈപ്പ് ക്വസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. Y എന്ന് പറഞ്ഞൊരു എലമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്.
അതിൻ്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗം തന്നിട്ടില്ല, അവസാനത്തെ ഭാഗം മാത്രം തന്നിട്ട് ഇതിൻ്റെ പീരിയഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം പീരിയഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെൽ നമ്പർ ആണ്. അപ്പോൾ പീരിയഡ് നമ്പർ ഇവിടെ എത്രയായിരിക്കും? 3 ആയിരിക്കും. അതുപോലെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം അറിയേണ്ടത് ഈ എലമെന്റ് ഏത് ബ്ലോക്കിൽ പെട്ടതാണെന്നാണ്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് പി സബ്ഷെല്ലിലോട്ടാണ്. അപ്പോൾ ഇത് പി ബ്ലോക്കിൽ പെട്ട എലമെന്റ് ആണ്. പി ബ്ലോക്കിൽ പെട്ട എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? ലാസ്റ്റ് പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് അത് പ്ലസ് 12 ചെയ്യും. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് നമ്പർ 16 എന്ന് കിട്ടും. ഇതാണ് പീരിയഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന എലമെന്റിന്റെ നേരെ താഴെ പീരിയോഡിക് ടേബിളിൽ നേരെ താഴെ വരുന്ന എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ, ഇതിന്റെ പോലെ തന്നെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ എന്തുണ്ട്? പീരിയഡുകളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന Y എന്ന് പറയുന്ന എലമെന്റ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നേരെ താഴെ വരുന്ന എലമെന്റിന്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ Y എന്ന് പറയുന്നത് 3rd പീരീഡിൽ പെട്ടതാണ്. അപ്പോൾ ഇത് എന്തായിരിക്കും? എവിടെയായിരിക്കും? 4th പീരീഡിൽ പെട്ട ഒരു എലമെന്റ് ആയിരിക്കും നമുക്ക് എഴുതേണ്ടത്. ഇത് അവസാനിച്ചിരിക്കുന്നത് 3s2 3p4 എന്നായിരിക്കും. ഇത് 4th പീരീഡ് ആയതുകൊണ്ട് അതെങ്ങനെ വരും? എക്സ് ആണ് ആ എലമെന്റ് എന്നുണ്ടെങ്കിൽ എക്സിന്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 4p4 എന്ന് വരും. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ടേബിൾ ആണിത്. എക്സ് എന്ന് പറഞ്ഞിട്ടും Y എന്ന് പറഞ്ഞിട്ടും 2 എലമെന്റ്സ്. അതിന്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഇത് 3s2 അവസാനിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ എന്തൊക്കെ വേണം? 1s2 2s2 2p6 കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? 3s2. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതുപോലെ ഇതിന്റെ എന്ത് വരും? 1s2 2s2 2p6 3s2 3p5 എന്ന് വരും. ഇനി ഇവിടെ എഴുതേണ്ടത് ഇതിന്റെ ആറ്റോമിക് നമ്പർ ആണ്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണമാണ്. അപ്പോൾ ഈ ഇലക്ട്രോണുകളെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 + 2 + 6 + 2 എത്ര കിട്ടും? 12 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 17 എന്ന് കിട്ടും. ഇനി ഇവിടെ പീരിയഡ് നമ്പർ ആണ് എഴുതേണ്ടത്. പീരിയഡ് നമ്പർ കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹയസ്റ്റ് ഷെൽ നമ്പർ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ നമ്പർ ഏതാണോ അതാണ് നമ്മുടെ പീരിയഡ് നമ്പർ. ഇവിടെ അത് 3 ആണ്, ഇവിടെ 3 തന്നെയാണ്. ഇനി ഗ്രൂപ്പ് നമ്പർ. ഗ്രൂപ്പ് നമ്പറിന് മുന്നേ ആദ്യം ഏത് ബ്ലോക്കിൽ പെട്ടതാണെന്ന് അറിയണം. ഇത് ഏത് ബ്ലോക്കിലാണ്? എസ് ബ്ലോക്കിലാണ്. എസ് സബ്ഷെല്ലിലാണ് ഇത് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. ഇവിടെ ബ്ലോക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. ഇതാണെന്നുണ്ടെങ്കിൽ പി ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ലാസ്റ്റ് എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ആ എണ്ണം തന്നെയായിരിക്കും ഗ്രൂപ്പ് നമ്പർ 2 ആണ്. പി ബ്ലോക്കിന്റെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് പി ബ്ലോക്കിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 5 + 12 17 ആണ് ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് വാലൻസി 1 ആയിട്ടുള്ള എലമെന്റ് ഇതിൽ ഏതാണെന്ന്. നമുക്ക് 2 എലമെന്റ് ഉണ്ട്, എക്സും വൈയും. ഇതിൽ വാലൻസി 1 ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് എന്തായിരിക്കും? മിക്കവാറും വിട്ടുകൊടുക്കാനുള്ള ചാൻസ് ആണുള്ളത്. അപ്പോൾ അതിന്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇവിടെ നോക്കുവാണെങ്കിൽ
3p5 എന്നാണ് അവസാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ്? മാക്സിമം 6 ഇലക്ട്രോൺസ് ആണ് കൊള്ളുക. അപ്പോൾ ആ ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് സ്റ്റേബിൾ ആവും. അപ്പോൾ മിക്കവാറും ഈ എലമെന്റിന്റെ ആയിരിക്കും വാലൻസി 1 ആയിട്ട് വരുന്നത്. അപ്പോൾ Y ആണ് വാലൻസി 1 ആയിട്ടുള്ള എലമെന്റ്. ഇനി മെറ്റാലിക് ക്യാരക്ടർ കൂടുതലുള്ള എലമെന്റ് ഏതാണ്? നമ്മൾ പഠിച്ചു എസ് ബ്ലോക്ക് എലമെന്റ്സ് മെറ്റാലിക് ക്യാരക്ടർ ഉള്ള എലമെന്റ്സ് ആണ്. അപ്പോൾ എക്സ് ആണ് എസ് ബ്ലോക്കിൽ പെട്ടത്. എക്സ് എന്ന് പറയുന്ന എലമെന്റ് ആണ് മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത്. ഹൈ അയണൈസേഷൻ എനർജി ഉള്ള എലമെന്റ് ഏതാണ്? എസ് ബ്ലോക്ക് എലമെന്റ്സിന് അയണൈസേഷൻ എനർജി കുറവാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ പി ബ്ലോക്ക് എലമെന്റിന് എസ് ബ്ലോക്ക് എലമെന്റിനേക്കാളും അയണൈസേഷൻ എനർജി കൂടുതലാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ Y ആയിരിക്കും അയണൈസേഷൻ എനർജി കൂടുതലുള്ള എലമെന്റ്. ഇനി ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് എലമെന്റുകളും എക്സും വൈയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എഴുതാനായിട്ടാണ്. ആ ഒരു മെത്തേഡ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് രണ്ട് എലമെന്റ് ഉണ്ട്, എക്സും വൈയും. എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? രണ്ട് ഇലക്ട്രോൺസ് ആണ് അത് വിട്ടുകൊടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ വിട്ടുകൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന ചാർജ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ X2+ ആണ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക. വൈയുടെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു വാലൻസി 1 ആണ്. ആ 1 എന്ത് ചെയ്യാണ്? ഒരു ഇലക്ട്രോൺ അതിന് ഇങ്ങോട്ട് കിട്ടുകയാണ് വേണ്ടത്. അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും അതിന്റെ ചാർജ്. ഇലക്ട്രോൺ വാങ്ങുന്നതുകൊണ്ട് -1 ആയിരിക്കും. ഇനി കെമിക്കൽ ഫോർമുല എഴുതാനായിട്ട് നമ്മൾ ഈ നമ്പറുകൾ ക്രോസ് ചെയ്ത് എഴുതണം. ഇവിടുത്തെ നമ്പർ ഇവിടെയും ഇവിടുത്തെ നമ്പർ എക്സിന്റെ താഴെയായിട്ട് എഴുതണം. അപ്പോൾ എക്സിന്റെ താഴെ ഈ 1 വരും, വൈയുടെ താഴെ ഈ 2 വരും. x1 y2 എന്നാണ് വരിക. 1 നമ്മൾ സാധാരണ രീതിയിൽ എഴുതാറില്ല. അപ്പോൾ xy2 എന്നാണ് ഈ രണ്ട് എലമെന്റും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല xy2 എന്നായിരിക്കും.